ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം പാസ്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊക്കെ സുഖമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മാഷാല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെയാണ്. ഇഷ്ടമാവുമെന്ന് വിചാരിക്കണോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ റമളാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണല്ലോ. പക്ഷേങ്കിൽ നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് കൂടുതൽ ജോലികളുള്ളൊരു മാസമാണല്ലേ. എന്താ പറയുക, കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കാൻ സമയമില്ലാത്ത പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് ഒതുക്കി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിഭാഗത്തുകൾ കൂടുതൽ ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരം അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലെത്തിയിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് കേട്ടോ. മോൻ്റെ സ്വഭാവം അനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ പണികളൊക്കെ വരുന്നത്. നമുക്കിവിടെ പണിക്കാരുണ്ട് കേട്ടോ, മുറ്റത്ത് മണ്ണിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരുണ്ട്, അവർ പോവുകയാണ് കേട്ടോ. വൈകുന്നേരം ആവും പോവാൻ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ കിച്ചണിലെ പണികളൊക്കെ ഇങ്ങോട്ട് സ്പീഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കേട്ടോ. ഇന്നിപ്പോൾ കിച്ചണിൽ വന്നിട്ട് ആദ്യം തന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം ഈ ആളുണ്ടല്ലോ നന്നായിട്ട് തരിക്കഞ്ഞി കുടിക്കൂട്ടോ, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് ഇപ്പോൾ മെയിനായിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അത് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ മോനക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ മുന്തിരി എടുത്ത് കഴുകിയിട്ട് കൊടുത്ത് നോക്കുകയാണ്. ഈ പ്രായത്തിലുള്ള മക്കൾക്ക് ഉണക്കമുന്തിരി കൊടുക്കുന്നത് നല്ലതാണല്ലോ. പിന്നെ കുറച്ച് നേരമൊക്കെ ആളെ സോപ്പിട്ട് മയക്കി ഇരുത്തിയെങ്കിലേ നമ്മൾ പണികൾ ഇവിടെ സ്മൂത്തായിട്ട് പോവുള്ളൂ. അപ്പോൾ ആ വണ്ടിയിൽ ഇരുത്തിയിട്ട് എന്തെങ്കിലും കയ്യിലൊക്കെ കൊടുത്തെങ്കിലേ ആളവിടെ മര്യാദയ്ക്ക് ഇരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ ചങ്ങായിനൊക്കെ ശരിയാക്കി വന്നപ്പോഴേക്കുതാ ഉള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടില്ല എന്നുള്ളൂ കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. നട്ട്സും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ, നെയ്യ് ഒഴിച്ചിട്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ തരിക്കഞ്ഞി ഉണ്ടല്ലോ പല രീതിയിലും പല ടേസ്റ്റിലും ഉണ്ടാക്കും. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താ പറയുക, തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് പിന്നെ വേറൊരു പാനിൽ ഇതൊക്കെ മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ പിന്നെ 2 പാൻ എടുക്കണം. പാത്രം കഴുകാൻ അത്രക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇതാകുമ്പോൾ ഒറ്റ പാത്രം മതി. അപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്ത സംഭവങ്ങളൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് പാലേ ചേർക്കണുള്ളൂ കേട്ടോ. കാരണം കുറേ പാലൊഴിച്ചാൽ തരിക്കഞ്ഞി ഒരു പായസത്തിൻ്റെ ടേസ്റ്റിലേക്ക് പോകും. പിന്നെ ആ ഒരു തരിക്കഞ്ഞി കുടിക്കണ ഒരു ഫീൽ ഉണ്ടാവില്ലേ, അതുണ്ടാവില്ല കേട്ടോ. തരിക്കഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതൊരു ട്രഡീഷണൽ ഫുഡാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിലൊക്കെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. കുറേ പാലും പാൽപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ ശരിക്കും ഒരു പായസം കുടിക്കണ പോലെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാലൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ബാക്കി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഈ ഒരു പാനിൽ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഇവിടെ തരിക്കഞ്ഞി മോനുവിനൊന്നും പറ്റൂല കേട്ടോ. അവനൊന്നും കുടിക്കുകയില്ല. ഇതെന്തിനാണ് ഉമ്മിച്ച് ഉണ്ടാക്കണമെന്നൊക്കെ ചോദിക്കുക ഞാൻ അത് ഉണ്ടാക്കണത് കാണുമ്പോൾ കേട്ടോ. ഇക്കാണെങ്കിൽ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നോമ്പിൻ്റെ ക്ഷീണം കേടൊക്കെ ഇങ്ങോട്ട് മാറണ പോലെ തോന്നുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കുഞ്ഞ് സോസ് പാൻ എടുത്തിട്ട് അതിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കുടിക്കാൻ ആളില്ല. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി കാണുമ്പോൾ ഫുഡിനോടൊക്കെ ഒരു മടുപ്പാണല്ലോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് കഴിച്ചു പോകും. റിയമോൾക്ക് കുറച്ചൊക്കെ കുടിക്കും, പിന്നെ അവൾക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പാൻ എടുക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ റവ ഇട്ട് കൊടുത്ത്. നമ്മളിവിടെ പഞ്ചാരപ്രിയരല്ലാത്തതുകൊണ്ട് കുറച്ച് പഞ്ചസാരയെ ചേർക്കണുള്ളൂ കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് മധുരം കുറേ കഴിക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നുകൊണ്ട് തിളച്ച് വേവുക. കുറച്ച് സേമിയം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കൊരളവുണ്ട്, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒന്ന് അളവ് പറയാത്തത് കേട്ടോ. നമ്മൾ റവ ഒക്കെ വെക്കണ ബോട്ടിലിൽ ഒരു ചെറിയ അളവ് പാത്രം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, ചിലർക്ക് ഒരു കൈക്കണക്കായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഒന്നും കണക്കും വെയിറ്റും അളവൊന്നും പറയാത്തത് കേട്ടോ. അങ്ങനെ നമ്മളെ തരിക്കഞ്ഞി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ അതിമൊക്കെ നോക്കണ്ടല്ലോ. ഇനിയിപ്പോൾ ബാക്കി പരിപാടികൾ നമുക്കിന്ന് സ്നാക്കായിട്ട് സമൂസയാണ് ഉണ്ടാക്കുന്നത്. സമൂസ ഒന്ന് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് മൊത്തമായിട്ട് നമുക്ക് കഴിക്കാനൊന്നും അല്ല കേട്ടോ. തറവാട്ടിക്ക് കൊടുത്തയക്കുന്നുണ്ട്. ഇക്കാൻ്റെ ഉമ്മ ഉപ്പയുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ സമൂസ ഇക്കാൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടക്കാളിൽ നിന്ന് പൊക്കി പറയലുണ്ട്. പുറത്തുനിന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ പറയും ഈ ഉണ്ടാക്കണ അതിൻ്റെ ടേസ്റ്റൊന്നും ഇല്ലയെന്ന് കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഞാനും ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തോ ഉമ്മക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ വാനോളം പുകഴ്ത്തി പറയണതല്ലേ, അപ്പോൾ അവർക്ക് ഇന്ന് അതന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, അവിടെ ഇളച്ചിയും കുട്ടികളും ഇല്ല. ഇക്കാൻ്റെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ. ഇളച്ചി ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മക്കാണെങ്കിൽ ഇങ്ങനെ ഇതുപോലത്തെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ അങ്ങനെ വശമില്ല. ആൾ ചായയും കടിയൊക്കെ റെഡിയാക്കും. അപ്പോൾ അവർക്ക് കുറച്ച് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച്
ഇഷ്ടപ്പെട്ട സമൂസ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ മോനും ഉണ്ട് കേട്ടോ. അവൻ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല, പണികളൊക്കെ നല്ല സ്മൂത്തായിട്ട് അങ്ങനെ പോയിക്കോളും. ഇന്ന് ചായക്കടിയായിട്ട് പത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കണില്ല, നെയ്ച്ചോറാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മോനും ഇത് ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് മടക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ പണികളും ചെയ്യുന്നുണ്ട്. നെയ്ച്ചോറ് വെക്കാൻ കാരണം ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ പണികളൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ നനച്ചുളിൻ്റെ സമയത്ത് മേലത്തെ റൂമുകളൊക്കെ അടിച്ച് തുടച്ചിട്ടതായിരുന്നു. പിന്നെ ആ ഭാഗത്തൊക്കെ പോയിട്ടില്ല, ഒരാഴ്ചകളായി. അപ്പോൾ രാവിലെ അതിനൊക്കെ നിന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ പത്തിരിപ്പണിക്ക് ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. നെയ്ച്ചോറാകുമ്പോൾ പിന്നെ സിമ്പിളായിട്ട് വൈകുന്നേരം റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മക്കൾക്ക് ഇഷ്ടമാണ്, അവർ കഴിക്കും. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. റിയമോളെ ഫേവറേറ്റ് ആണ്, ബിരിയാണിനേക്കാളും അവൾ കഴിക്കൂട്ടാ നെയ്ച്ചോറ്. അപ്പോൾ ഇത് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പുറത്ത് മോനും സമൂസേൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണികളൊക്കെ വേഗം വേഗം തീർന്നു പോകുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറ് വെക്കുമ്പോൾ കുറച്ച് നമ്മൾ വലിയ ഉള്ളി ഒന്നിങ്ങോട്ട് പൊരിച്ചെടുത്തിട്ട് അതും കൂടി മേലെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ചെല്ലുമ്പോൾ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നെയ്യിൽ അതങ്ങോട്ട് വഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇപ്പോൾ വിപുലമായിട്ട് പറയാനൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ അതാ കഴുകി വെച്ച അരിയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കുക. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നൊക്കെയല്ലേ പറയാം. പക്ഷേങ്കിൽ ഇത് ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം 1.5 ഗ്ലാസ് വെച്ചപ്പോൾ റൈസ് എന്തോ വേവാത്ത പോലെ. ഓരോ അരിക്കനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ കണക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ പിന്നെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കറക്റ്റ് വേവായിട്ട് കിട്ടാൻ. അപ്പോൾ അതാ വെള്ളമൊക്കെ പാകാക്കി ഇനിയിപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ അത് അവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോഴേക്കും ഇതാ മോനു സമൂസൊക്കെ മടക്കി ശരിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് പൊരിച്ചെടുക്കണം. ഈ സമയം അപ്പോഴേക്കും നമ്മൾ വണ്ടിയിൽ ഇരുന്ന് ആളെ മൂടൊക്കെ മാറിയിരിക്കണം. അപ്പോൾ മോനും അവനെടുത്തിട്ട് പുറത്തൊക്കെ പോയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണതിൻ്റെ മുന്നേ പെട്ടെന്ന് തന്നെ പൊരിക്കൽ പരിപാടിയൊക്കെ തീർക്കണം. അതിൻ്റെ കൂടെ ക്ലീനിങ്ങും എല്ലാം കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറ് ഇപ്പുറത്ത് സ്റ്റൗവിലാവുന്നുണ്ട്. വേഗം വേഗം ചെയ്ത് തീർക്കുകയാണ്. ആശ്വാസത്തിൽ എങ്ങനെ സ്വപ്നം കണ്ട് ചെയ്യാനുള്ള ടൈം നമുക്ക് ചെറിയ മക്കളൊന്നും ഉണ്ടാകുമ്പോൾ പറ്റില്ല. അപ്പോൾ വേഗം തന്നെ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ നോമ്പുതുറൻ്റെ കാര്യമല്ലേ, നമുക്ക് ആശ്വാസം കൊണ്ടിട്ട് പറ്റില്ലല്ലോ. ബാങ്കൊക്കെ കൊടുക്കുമ്പോഴേക്കും എല്ലാതും റെഡി ആയിട്ട് ഇരിക്കണമല്ലോ. പിന്നെ ഇതിൽക്ക് നെയ്ച്ചോർക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ കുളിക്കാനൊക്കെ പോണതിൻ്റെ മുന്നായിട്ട് എന്നെക്കൊണ്ട് കഴിയണ രീതിയിലുള്ള പണികളൊക്കെ രാവിലെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. രാവിലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. പത്തിരി ആണെങ്കിൽ അത് രാവിലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കറി ബീഫോ ചിക്കനോ എന്തായാലും അതൊക്കെ കുറച്ച് മുന്നേ തന്നെ ചെയ്ത് വെക്കും കേട്ടോ. വൈകുന്നേരം എല്ലാം കൂടി എനിക്ക് നടക്കില്ല. കുറച്ച് പണികൾ രാവിലെ ചെയ്തിട്ട് നമ്മൾ കുളി നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിൽ വരുന്നുണ്ടെങ്കിൽ പണികൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന പോലെ. മറ്റേത് എല്ലാം കൂടി ഇങ്ങോട്ട് ഓടി നടന്നിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബോറടിയൊക്കെ തോന്നും കേട്ടോ. എന്നും ഇതേപോലെ ആകുമ്പോൾ. അപ്പം കുറച്ചൊരു ഫ്രീ ആയിട്ട് പണികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ചൊക്കെ ഇങ്ങോട്ട് ചെയ്ത് വെച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ സമൂസൊക്കെ റെഡി ആവുന്നുണ്ട്. ഇത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനും വലിയ പണിയൊന്നുമില്ലല്ലോ. ഇതിൻ്റെ ഫില്ലിങ് ഞാൻ മുന്നേ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു. എപ്പോഴും സമൂസ കട്ട്ലേറ്റ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് 2 ദിവസത്തിനൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറി ഞാൻ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതാ എന്താണ് പാടെന്ന് അറിയണമല്ലോ. രാവിലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് പോയതാണ്. ഇവരെ ഹാലെന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇതാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോനും തരിക്കഞ്ഞി ചൂടറിയപ്പോൾ മോനക്ക് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ വീഡിയോ എടുക്കാനും വേണ്ടി ഞാൻ വിട്ടുപോയിട്ടാ. അങ്ങനെ നമ്മളെ പൊരിക്കടിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൊടുത്തയച്ചിക്കണം കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോഴേക്കും നമ്മളെ മോൻ്റെ സ്വഭാവം മാറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മോനും അതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറും റെഡിയായി, ഏകദേശം എല്ലാതും സെറ്റായി. പക്ഷേങ്കിൽ ഇനി ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഭയങ്കര തലവേദന പിടിച്ച കാര്യമാണ്. ഇത് ചെയ്യാതെ നമ്മൾ വേറെ എന്തെന്നെ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉണ്ടാക്കിയ സ്ഥലം കൂടി വൃത്തിയായാലല്ലേ പണികൾ കഴിഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സിങ്ക് നിറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ കഴുകിയതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനും വേണ്ടി നോക്കുന്നത് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഈ സംഗതി ഉണ്ടല്ലോ, ഇതില്ലാതെ എനിക്കൊരു നോമ്പുതുറ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. വേറൊന്നുമില്ല, നാരങ്ങ വെള്ളമാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കണേ. അത് കുടിച്ചെങ്കിലേ നോമ്പ് തുറന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടുള്ളൂ. അത് കഴിക്കാൻ പാടില്ല. നാരങ്ങ വെള്ളം നോമ്പ് തുറക്കുമ്പോൾ അത്ര ഹെൽത്തി അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എനിക്കതില്ലാതെ കഴിയൂല കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കി എല്ലാതും ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പരിപാടി കിച്ചണൊന്ന് തുടച്ചിടണം. അതും കൂടി ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു സംഗതി കേട്ടോ. ഇത് ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വീട് നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള സംഭവം പുകയ്ക്കും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരു പോസിറ്റീവ് എനർജി വേറെ എവിടെ നിന്നും കിട്ടില്ല.
മുന്നേ എനിക്ക് ഇങ്ങനത്തെ ശീലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയമായിട്ട് ചെയ്തു വരുന്നതാണ്. ഇങ്ങനെ പുകയിക്കുന്ന സംഭവം പല ഫ്ലേവറിലുള്ള ബാഹൂർ ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുകയിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി നമ്മളെ വീട്ടിൽ നമ്മളെ മനസ്സിലൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ റമളാൻ്റെ ടൈമിൽ പ്രത്യേകിച്ചും നല്ലൊരു ഫീലാണ് കേട്ടോ. റമളാൻ അല്ലാത്തപ്പോഴും ഇപ്പോൾ ഇത് ചെയ്യലുണ്ട്. ഒരു മഗ്‌രിബിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഒരു പിശാചിൻ്റെ ഉപദ്രവമുള്ള സമയം അങ്ങനെയൊക്കെ പറയുമല്ലോ, അതൊക്കെ പോകാനും പിന്നെ കൊതുകിൻ്റെ ശല്യം മാറാനും കുഞ്ഞു മക്കളൊക്കെ ഉള്ളിടത്തൊക്കെ നല്ലതാട്ടോ. നമ്മൾ പുകയിക്കുന്നത് ഊതുപോലത്തെ നല്ല സംഭവങ്ങളാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. അപ്പോൾ ഈ ആളെ ഇടയിൽ ഇത് കാണുന്നിടത്തൊന്നും വെച്ചിട്ട് പോകാൻ പറ്റൂല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇവർക്കൊരു പ്രത്യേകിച്ചൊരു കൗതുകമാണല്ലോ. അപ്പോൾ അത് പിടിച്ച് വലിക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് സെറ്റായി മക്കളെയും കൊണ്ട് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. നോമ്പ് കാലത്ത് എന്താ പറയുക, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇതേപോലെ കൊലായിലിങ്ങനെ വന്നിട്ട് മക്കളായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല രസമാണ് ആ സമയം. അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിലെ പണികൾ വേഗം വേഗം തീർത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സിറ്റ് ഔട്ടിൽ എത്തും കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും ബാങ്കിൻ്റെ മുന്നേ കിട്ടണം, എന്നാലേ ഒരു റാഹത്തായിട്ട് തോന്നുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ബാങ്ക് കൊടുക്കണവരെ കിച്ചണിൽ പണിയെടുത്തിട്ട് അപ്പോൾ പെട്ടെന്ന് നോമ്പ് തുറക്കുക, അതൊന്നും ഒരു രസമുള്ള പരിപാടിയായിട്ട് തോന്നലില്ല കേട്ടോ. എല്ലാതും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാങ്കിനെ വെയിറ്റ് ചെയ്തിരിക്കണം എന്നാണല്ലോ പറയുക. ഇപ്പോൾ മോനുള്ളതുകൊണ്ട് കുറച്ചും കൂടി രസമാണ്, അവൻ്റെ കളികളും ചിരികളൊക്കെ കാണുക. പിന്നെ ഇവർ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയലും ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ആയിട്ട് അങ്ങനെയും പോവും. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നുള്ള സമയം ദുആക്ക് ഇജാബത്തുള്ളൊരു ടൈമാണെന്നാണല്ലോ പറയുക. അപ്പോൾ മക്കളെയും കൊണ്ട് കുറച്ച് അതൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ. ഫുൾ ടൈം കളിയായാൽ പറ്റില്ല. ഇബാദത്തുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിപ്പിച്ച് വന്നെങ്കിലേ വലുതായാലും അവരതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്നൊക്കെ ഞാനങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. മക്കളനുസരിക്കും, മാഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ ദിവസം റാഹത്തായി പോയി. പിന്നെ നമ്മൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.